നമുക്കൊരു ടാറ്റു അടിച്ചാലോ? ഇപ്പൊ നമ്മൾ നോക്കിയല്ലേ, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. ആ ഒരു along with the little plant അല്ലേ, ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ടാറ്റു ചെയ്യണതിന് മുമ്പ് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മളിന്ന് കടവന്ത്രയിലാണുള്ളത്. ഡ്രീം ക്യാച്ചർ ടാറ്റു സ്റ്റുഡിയോ, ശ്യാമാദേവിയുടെ ടാറ്റു സ്റ്റുഡിയോ ഇവിടെയാണ് ഉള്ളത്. എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം ശ്യാമയെ. ഒരു ഗംഭീര ടാറ്റു ആർട്ടിസ്റ്റ്, ഒരു എഴുത്തുകാരി കൂടിയാണ് ശ്യാമ. ഇന്ന് 3:30 അപ്പോയിൻമെൻറ്റ്. ഡിസൈൻ നേരത്തെ സെലക്ട് ചെയ്തിരുന്നു എങ്കിലും ഇവിടെ വന്നപ്പോൾ സെലക്ട് ചെയ്തത് മാറ്റി വേറെ ഒന്നാണ് സെലക്ട് ചെയ്തത്. കടലും മീനും മൂണും സ്റ്റാർസും ഒക്കെ ചേർന്നൊരു കിടിലൻ ഐറ്റം സ്ട്രിംഗ് റേ, അതാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടാറ്റു. ഡിസൈനൊക്കെ ഒരു പേപ്പറിൽ വരച്ചെടുത്തത് കയ്യിൽ പേസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആയപ്പോൾ ഇങ്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വലിയ വേദന ഒന്നും തോന്നിയില്ല. വർത്തമാനം പറഞ്ഞിരുന്ന് ചെയ്തുകൊണ്ട് കൂടിയാവും അത്ര പെയിനൊന്നും തോന്നാതിരുന്നത്. ടാറ്റു ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ. അതിൻ്റെ ഒരു ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യണ പോലെയുള്ള ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വേദനിച്ചില്ലെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്യാമ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് അത്ര വേദനയില്ലാതെ പെട്ടെന്ന് കഴിയണ പോലൊരു ഫീല്. പിന്നെ ഒരുപാട് സംസാരിച്ചിട്ടും വിശേഷങ്ങൾ പറഞ്ഞിട്ടും ഒക്കെയാണ് ശ്യാമ ചെയ്യണത്. നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് എത്തും. പണ്ടത്തെ കുറേ വിശേഷങ്ങൾ പറയുമായിരുന്നു. ശ്യാമയുടെയൊക്കെ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഉള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ഓരോരോ അഡ്വാൻറ്റേജ്. ഒരു മനുഷ്യനും അന്വേഷിക്കില്ല സ്കൂളിൽ പോകുമ്പോൾ നടന്നു എങ്ങനെയൊക്കെയോ പോകുന്നു. ഇപ്പൊ കുട്ടീനെ വണ്ടിയിൽ കയറ്റുന്നു, ഇറക്കുന്നു. ഞാൻ വിടില്ലല്ലോ, ഞാൻ വിടില്ല. ടാറ്റു അടിക്കുന്നതിൻ്റെ ഇടയിൽ ശ്യാമ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞല്ലോ. ടാറ്റുവിനെ കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കലയെക്കുറിച്ചിട്ട് ശ്യാമ ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. നമുക്കും എന്താ പറയുക, അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആരാധന തോന്നിപ്പോവും ടാറ്റുവിനോടും ഈ ടാറ്റു ആർട്ടിസ്റ്റിനോടും തന്നെ തോന്നിപ്പോവും കേട്ടോ. ശ്യാമയ്ക്ക് എന്താ പറയുക, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാലും നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും നമ്മളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മുടെ ദേഹത്ത് ടാറ്റു ചെയ്താൽ അത് നമ്മളോടൊപ്പം തന്നെ എന്നും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ശ്യാമ പറയുക. അത് ശ്യാമ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. അതുപോലെ ശ്യാമ ഈ സ്റ്റുഡിയോ അലങ്കരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് നല്ല ഭംഗിയിലാണ് ഓരോന്നും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു സ്വർഗം പോലെ അലങ്കരിച്ചേക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഇവിടെ കയറുമ്പോഴേ നമ്മളെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി പൊതിയും. വാൾ പെയിൻറ്റും അതിനുപയോഗിച്ചിരിക്കുന്ന കളേഴ്സും പിന്നെ ലൈറ്റും ഒക്കെ കൂടിച്ചേർന്ന് ആകെ നല്ല രസമാണ് കേട്ടോ. പണ്ട് ചെറുപ്പത്തിലെ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സുന്ദരി മന്ത്രവാദിനിയുടെ കൊട്ടാരം പോലെ സത്യത്തിൽ അത്രയും സുന്ദരമാണ് ഇവിടം. ശ്യാമയെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാട്ടോ നമ്മളെല്ലാവരും. ടാറ്റു അടിക്കുന്നതിനിടയിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ശ്യാമ പറയണേ. അതുപോലെ ശ്യാമയുടെ ഈ കുഞ്ഞു സ്റ്റുഡിയോ, അത്ര കുഞ്ഞു സ്റ്റുഡിയോ അല്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ Bye. Bye.